ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടിയരാ. ന്യൂസ് തുടങ്ങാറായി. എന്തുട്ട് ന്യൂസ്? നീ വല്ല പാട്ടും വെക്കടാ. നിലവിൽ 1315 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. പിന്നെ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. 4980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 4980 വോട്ടിന്റെ ലീഡ്. നിന്നൊക്കെ തീറ്റി പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 208 വോട്ടുകൾക്ക് മുന്നിൽ. 208. ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാട് മുൻ MLA ഓഫീസായിരിക്കും. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. അല്ല, നിലവിൽ അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവാതെ പോകുന്നത്, പാർട്ടി ഒരു കണക്ക് പറയുകയും സരിൻ മറ്റൊരു കണക്ക് പറയുകയും ചെയ്യുന്നത് അറിഞ്ഞു. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. കാരണം പാലക്കാട് മുൻ MLA നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ കൊണ്ടുപോടാ. 17483 എന്ന ഷാഫി പറമ്പിലിന്റെ ലീഡ് മറികടന്ന് 17907 ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. പാലക്കാടിന്റെ MLA ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ഇപ്പൊ ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പോടാ. നന്ദി പറയേണ്ട ഒരിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്ക് കൂടി പോകണം. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്ന മുടിയും. ഞാൻ എന്തായാലും ഈ ബീറ്റ് കവർ ചെയ്യുന്ന പത്രക്കാരോട് നന്ദി പറയുകയാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടുകാരെ അങ്ങനെ വന്നല്ലോ. വീരനായക. അവിടെ അപ്പുറത്ത് വിജയിച്ചവരുടേത് എന്ന് ഉള്ളതിന്റെ ആഹ്ലാദ പ്രകടനം കവർ ചെയ്യാതെ നമ്മളെ തന്നെ കവർ ചെയ്യേണ്ടി വന്നു. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. 1500ഓളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അവർ ഈ 5 ആഴ്ചക്കാലം നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. BJP അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അവിടെ ജനങ്ങളുടെ വിധിയെഴുത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. വിഷമിക്കലേ പാപ്പിച്ചായ. പാപ്പിച്ചായ സെക്കൻഡില്ലേ ഇലക്ഷനിലെ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്.